Hi guys, welcome to Mallu Academy. ഇന്നത്തേത് ഒരു പ്രോബ്ലം സോൾവിങ് വീഡിയോ ആണ്. നമ്മൾ ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 1 ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 5 പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 5 പ്രോബ്ലംസ് പല തരത്തിലുള്ളതാണ്. ആ 5 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം, എന്നാലേ നമുക്ക് നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? നമ്മൾ V is equal to IR, ഓംസ് ലോ പഠിച്ചു, വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. പിന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ Q/T, H എന്ന് പറയുന്നത് ഹീറ്റാണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ഇസ് ഈക്വൽ ടു I²RT, I കറണ്ടാണ്, റെസിസ്റ്റൻസ് ആണ്, ഇത് ടൈമാണ്. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ നമ്മൾ പഠിച്ചു. R എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റൻസുകളാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ്. പാരലൽ ആണെങ്കിൽ രണ്ടെണ്ണമാണെങ്കിൽ R1 R2 by R1 plus R2. അത് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര. എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് 1/8 ചെയ്യണം. അത് പിന്നെ ആംപിയറേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതായത് ഒരു ഡിവൈസിൻ്റെ പവർ ടു വോൾട്ടേജ് അപ്ലൈഡ്, അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഡിവൈസിൻ്റെ ആംപിയറേജ് കിട്ടുക. അതാണ് P/V. പിന്നെ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, V²/R. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കുക, ആൻഡ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 0.2 ആംപിയർ കറണ്ട്, അപ്പോൾ നമുക്ക് I തന്നിട്ടുണ്ട്. I is equal to 0.2 ആംപിയർ. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, 200 ohm. പിന്നെ ടൈം നമുക്ക് തന്നിരിക്കുന്നത് 5 minutes എന്നാണ്. ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് എന്ത് സാധനം കിട്ടിയാലും നമ്മൾ അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു 5 × 60 seconds. അപ്പോൾ എത്ര വന്നു? 300 സെക്കൻഡ്. അതാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കേണ്ടത്. ഇപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹീറ്റ്. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കി വെച്ചിരുന്നല്ലോ, H is equal to I²RT. അപ്പം നമുക്ക് അതിൻ്റെ 3 ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പോൾ H is equal to I²RT. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. Iക്ക് പകരം 0.2 സ്ക്വയർ, ആറിന് പകരം 200, ടിക്ക് പകരം 300. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.2ൻ്റെ സ്ക്വയർ എത്രയാണ്? 0.2 × 0.2 0.04 ഇൻറ്റു 200 ഇൻറ്റു 300. അപ്പോൾ എത്ര വരും? അപ്പോൾ 0.04 ഇൻറ്റു 200 ഇൻറ്റു 300 2400 ജൂൾസ്. നമ്മൾ ആൻസർ എഴുതുമ്പം എപ്പോഴും യൂണിറ്റ് ചേർത്ത് വേണം എഴുതാൻ. ഇവിടെ ഹീറ്റാണ്, അപ്പോൾ 2400 ജൂൾസ് ചേർത്ത് എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ohm ഇൻ 230 volt. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? നമുക്ക് 230 volt തന്നിട്ടുണ്ട്. അതായത് V is equal to 230 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പിന്നെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, R is equal to 920 ohm. പിന്നെ ടൈം തന്നിട്ടുണ്ട്, T is equal to 3 minutes. അപ്പോൾ നമുക്കത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3 × 60 180 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്ക് ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ H is equal to I²RT. ഷടാ, ഇവിടെ ഇപ്പം I, R, T ആണ് നമ്മുടെ ഇക്വേഷനിൽ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് V യും R ഉം T യും ആണ്.
അപ്പോൾ അവിടെ ആര് നമുക്ക് രക്ഷയ്ക്കെത്തും? നമ്മുടെ ഓംസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, V = IR എന്ന്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ V ഉണ്ട്, നമുക്ക് I കണ്ടുപിടിക്കണം. അപ്പോൾ Iക്ക് പകരം നമുക്ക് വേണമെങ്കിൽ V/R എന്ന് എഴുതിക്കൂടെ? ഓംസ് ലോയിൽ നിന്ന് തന്നെ എഴുതിയതാണിത്. ഈ ആറിനെ ചുമ്മാ ഇപ്പുറത്തോട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പം I = V/R. ആ സംഭവം നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? H = Iക്ക് പകരം നമ്മൾ V/R എന്ന് കൊടുത്തു. അപ്പോൾ V/R² × RT = ഒരു വലിയ സംഭവം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തേന് സ്ക്വയർ കൊടുക്കണം, താഴത്തേന് സ്ക്വയർ കൊടുക്കണം. അപ്പം V² / R² × R × T. ഇവിടെ ഒരു സ്ക്വയർ, അതായത് R × R ആണ് ഇവിടെ ഒരു R ഉണ്ട്. അപ്പോൾ ആ ഒരു ആറും ഈ ഒരു ആറും ഡിഷും. ബാക്കി നമുക്കുള്ളത് V²T/R. ഇപ്പം നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കേ, ഈ ഹീറ്റിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് V² വേണം, അതായത് V ഉണ്ട്, നമുക്ക് T വേണം, Tയും ഉണ്ട്, R വേണം, Rഉം ഉണ്ട്. എല്ലാമായി നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്ക്. V² എന്ന് പറഞ്ഞാൽ V × V, അതായത് 230 × 230 × T എത്രയാ? 180 / 920, 10,350 joules. അതാണ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ ഈ Iക്ക് പകരം നമ്മൾ V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മാത്രമേ ഈ പ്രോബ്ലമായിട്ട് ഇതിന് വ്യത്യാസമുള്ളൂ. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും നമ്മൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈൻഡ് കറണ്ട് ഇഫ് 12 ohm and 4 ohm are connected in parallel and 12 volt is applied. ഓൾസോ ഫൈൻഡ് ദ കറണ്ട് ഫോർ സീരീസ് കണക്ഷൻ. അത് 12 ohmഉം 4 ohmഉം രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനെ നമ്മൾ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ സർക്യൂട്ടിന് 12 volt ബാറ്ററി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 ohmഉം 4 ohmഉം പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് 12 volt അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ടിടത്തും നമ്മുടെ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സീരീസ് നോക്കാം. നമുക്കൊരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? V = IR, ഓംസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I = V/R. V/R എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതായത് രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അല്ലേ? അപ്പം V/R എഫക്റ്റീവ് എന്ന് നമുക്കതിനെ മാറ്റി എഴുതാം. ഇവിടെ നമ്മൾ R എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ, സീരീസ് കണക്ഷന്. R എഫക്റ്റീവ് = R1 + R2. ഇവിടെ നമ്മുടെ R1 ആരാ? 12 volt. R2 ആരാ? 4 volt. അപ്പം 12 + 4, അതായത് 16 ohm ആണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി ഒന്നുമില്ല, പോലെ നമുക്ക് കണ്ടുപിടിക്കാം. I = V/R എഫക്റ്റീവ്. V നമുക്ക് തന്നിട്ടുണ്ട് 12/16. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4, അതായത് 0.75 ആംപിയർ കറണ്ടാണ് നമ്മൾ ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെയും പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് R എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പം R1 R2 R1 + R2 എന്നായിരുന്നു നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. ഇവിടെ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 × 4 / 12 + 4, അതായത് R എഫക്റ്റീവ് 3 ohm എന്ന് കിട്ടും. ഇനി നമുക്ക് സുഖമായിട്ട് തന്നെ കറണ്ട് കണ്ടുപിടിക്കാം. നമ്മൾ V/R എന്നുള്ള ഇക്വേഷൻ ഇട്ടു. V എന്ന് പറയുന്നത് നമ്മൾ 12 ആണ്. R എന്ന് പറയുന്നത് R എഫക്റ്റീവ് നമ്മൾ 3 ohm കണ്ടുപിടിച്ചു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12/3, അത് 4 ആംപിയർ എന്ന് വരും ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An appliance has a resistance of 115 ohm. If 2 ampere current flows, what is the power of the appliance? അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 115 ohm.
പിന്നെ കറണ്ട് തന്നിട്ടുണ്ട് I is equal to 2 ആംപിയർ. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ P is equal to V²/R എന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് V വേണം, R വേണം. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഐയും ആറുമാണ്. നമുക്കിവിടെ എഴുതി വയ്ക്കാം P is equal to V²/R. നമ്മുടെ കയ്യിൽ V ഇല്ല, പക്ഷെ നമുക്ക് V കണ്ടുപിടിക്കണം. വിയും നമുക്കിവിടെ ഐയും ഉണ്ട്, ആറും ഉണ്ട്. അപ്പോൾ നമുക്ക് V കണ്ടുപിടിക്കാൻ വലിയ പാടില്ലല്ലോ. V is equal to IR, അതായത് 2 ആംപിയർ ഇൻറ്റു 115 ഓം, 230 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് V ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പവറിന് V²/R എന്ന ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ വിയും ഉണ്ട്, നമുക്കിവിടെ ആറും ഉണ്ട്. പുട്ട് പോലെ നമുക്ക് കണ്ടുപിടിക്കാം. P is equal to V² എന്ന് പറഞ്ഞാൽ 230 ഇൻറ്റു 230/R 115. ഇത് ഇൻറ്റു 2 അല്ലേ, അപ്പോൾ നമുക്ക് 2 കൊടുക്കാം. അപ്പോൾ 230 ഇൻറ്റു എത്രയാ? നമുക്ക് 460 വാട്ട് എന്ന ആൻസർ കിട്ടും. ഇപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. എല്ലാ ടൈപ്പും ഓരോന്ന് വീതം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ജനറൽ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. അതായത് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കുക, അഥവാ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഇക്വേഷനിൽ നമുക്ക് വേണ്ട ഡാറ്റ ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ V കണ്ടുപിടിച്ചതും നേരത്തെ പ്രോബ്ലംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച പോലെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലംസ് ഫസ്റ്റ് 2 വീഡിയോൻ്റെയും കണ്ടിന്യൂവേഷനാണ്. അപ്പം ഇതുവരെയും ഫസ്റ്റ് 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.